ഇന്ദ്രിയത്ത് 6-7 സിനിമ ചെയ്തിട്ടുണ്ട്, മമ്മൂക്ക ഒരു സിനിമ ചെയ്തിട്ടുണ്ട്, പിന്നെ രാജു ഒരു സിനിമ ചെയ്തിട്ടുണ്ട്, ഫഹദ് ഒരു സിനിമ ചെയ്തിട്ടുണ്ട്, പിന്നെ ബാക്കിയുള്ളവരും ഇപ്പോൾ ചാക്കോച്ചൻ ഒരുപാട് ചെയ്തിട്ടുണ്ട്, സൈജു കുറുപ്പ് ഒരുപാട് പടം ചെയ്തിട്ടുണ്ട്, അശോകനോട് കൂടെ പടം ചെയ്തിട്ടുണ്ട്. മോഹൻലാലിന്റെ ലിസ്റ്റ് കണ്ടില്ല. ഇല്ല മോഹൻലാൽ സാറിനൊക്കെ അപ്പോൾ ഞാൻ വർക്കൗട്ട് ചെയ്യാൻ ബുക്ക് കൊടുത്തിട്ടുണ്ട് സാറിന്, അത് വായിച്ചിട്ട് അത്രേ ഉള്ളൂ. അതൊന്നും അങ്ങനെ പ്ലാൻ ചെയ്യാൻ പറ്റില്ല അതൊന്നും. കാരണം ഇറ്റ് ഈസ് പ്രോസസ്. സിനിമക്ക് വേണ്ടി ആക്ടേഴ്സിനെ ചൂസ് ചെയ്യുന്നതാണോ അല്ലെങ്കിൽ അല്ല അങ്ങനെയൊന്നുമില്ല. ഞാനിപ്പോൾ ഓരോ സിനിമയുടെ കഥ കേൾക്കുമ്പോഴാണ്, ഞാനിപ്പോൾ അധികം ഫീമെയിൽ ഓറിയൻറ്റഡ് സിനിമകളാണ് ചെയ്യുന്നത്. ഞാൻ ചെയ്ത മറ്റുള്ള സിനിമകളിലും ഫീമെയിൽ പെർസ്പെക്റ്റീവ് സ്ട്രോങ് ആയിരുന്നു. ഇപ്പോൾ പുനരധിവാസം എടുത്ത നന്ദിത ദാസ്, ഹണി റോസ്, ബ്യൂട്ടിഫുൾ മേഘന രാജ്, അങ്ങനെ ഓരോരുത്തരും നമ്മൾ ഈ ഫീമെയിൽ ഓറിയന്റഡ് ക്യാരക്ടേഴ്സ് ഞാൻ അന്നു മുതലേ ചെയ്തു. അല്ലെങ്കിൽ തന്നെ സിനിമകളിൽ ഫീമെയിൽ ക്യാരക്ടറിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് പിന്നീട് എനിക്ക് തോന്നി ഈ ഫീമെയിൽ ഓറിയന്റഡ് സ്റ്റോറീസ് നമ്മൾ ഒരുപാട് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. പണ്ട് സാഹിത്യകൃതിയിൽ നിന്നൊക്കെ സിനിമകൾ ഉണ്ടാക്കിയപ്പോൾ അന്ന് ഒരുപാട് സ്ത്രീ കഥാപാത്രങ്ങൾക്ക് പ്രാതിനിധ്യം ഉണ്ടായിരുന്നു, ഒരുപാടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അതില്ല. അപ്പം അതുകൊണ്ട് എനിക്ക് തോന്നി ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാൻ കഴിയുന്നുണ്ട് ഈ ഫീമെയിൽ ഓറിയന്റഡ് സബ്ജക്ട്സ്. അങ്ങനെയാണ് ഞാനിപ്പോൾ കുറച്ചായിട്ട് ഫീമെയിൽ ഓറിയന്റഡ് സബ്ജക്ട്സിലേക്ക് കയറുന്നത്. ഓക്കെ, സാറിൻ്റെ ഈ സിനിമകളിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന എല്ലാ മലയാള സിനിമയ്ക്ക് പുതുതായിട്ട് എന്തൊക്കെയൊക്കെ പരിചയപ്പെടുത്തിയ സിനിമയാണ്. ഇപ്പോൾ ട്രിവാൻഡ്രം ലോഡ്ജ് എടുത്തു കഴിഞ്ഞാൽ മലയാളത്തിലെ ആദ്യത്തെ ന്യൂജൻ സിനിമ എന്നുള്ള വിശേഷണം ന്യൂജൻ സിനിമ ട്രിവാൻഡ്രം ലോഡ്ജ് ഒന്നുമല്ല. ന്യൂജൻ സിനിമ എന്നൊക്കെ പറഞ്ഞാൽ പണ്ടേ ഞാൻ പറഞ്ഞുതരാം, ഇതൊക്കെ വന്നിട്ടുണ്ടല്ലോ, ലൈക്ക് ഓളവും തിരുവോം അന്ന് ഇൻഡോർ ആയിരുന്നു, ഔട്ട്ഡോർ എടുത്തു. പിന്നെ അങ്ങനത്തെ എത്ര സിനിമകൾ, പുനർജന്മം, ഈ ഒരു കാലത്തെയാണ് ഞാൻ പറയുന്നത്. പുനർജന്മം അന്നത്തെ ഏറ്റവും വലിയൊരു ഓരോ കാലത്തും പുതിയ സംവിധായകർ. അതായത് ട്രിവാൻഡ്രം ലോഡ്ജ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുള്ള അതിന് മുമ്പ് അതിന് ശേഷം അങ്ങനത്തെ ഒരു കഥ വന്നിട്ടില്ല, അങ്ങനത്തെ ഒരു സിനിമ പറഞ്ഞിട്ടില്ല. മലയാളത്തിന് അത്ര ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക് ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചല്ലോ. ഞാൻ റോക്ക് സ്റ്റാർ എന്ന് പറഞ്ഞ സിനിമ ചെയ്തു, അത് അധികം വർക്കായില്ല. പക്ഷേ പിന്നീട് യൂട്യൂബിൽ നന്നായിട്ട് വർക്കായ സിനിമയാണ്. അതൊരു ഫീമെയിൽ ഓറിയന്റഡ് വൺ നൈറ്റ് സ്റ്റാൻഡിനെ പറ്റി പറഞ്ഞ പടം. അതുകൊണ്ട് ആൾക്കാർ കാണാൻ പറ്റില്ല, ആൾക്കാർക്ക് ദേ ഹാവ് ദറ്റ് ഇനിബിഷൻ. അതുപോലെ തന്നെയാണ് മുല്ലവള്ളി, 2 കല്യാണം കഴിക്കാത്ത ഒരാണും പെണ്ണും ഒന്നിച്ച് താമസിക്കുന്നത്. അത് പാരന്റ്സിന്റെ അവർ അലോ ചെയ്തില്ലെങ്കിൽ ദേ ഡോണ്ട് ബി ടുഗദർ എന്ന് പറയുന്ന, അങ്ങനെ എല്ലാവരും പുനരധിവാസം മീൻസ് അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം ലിവിങ് ടുഗദർ. അങ്ങനത്തെ സബ്ജക്ട്സ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരു എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ബെൻസിൽ ചെയ്യാമോ, അംബാസഡർ ബെൻസിൽ ചെയ്യാമോ, അതൊക്കെ. ഓക്കെ, ഈ മുല്ലവള്ളിയും തെന്മാവിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ആ സിനിമയിൽ ഉപയോഗിച്ച ആ സ്കൾപ്ചറുകളുണ്ടല്ലോ, അതിനൊരു ബാക്ക് സ്റ്റോറി ഉണ്ടോ? അതുണ്ട്. അതെങ്ങനെയാ വെച്ചാൽ മുല്ലവള്ളിയിൽ അത് സ്ക്രീൻ പ്ലേ ഉണ്ടായിരുന്നു. പക്ഷേ അതെന്താ വെച്ചാൽ അതിന് നല്ലൊരു ആർട്ടിസ്റ്റിക് വർക്ക് വേണം. ബോട്ട് ഉണ്ടാക്കണം, അതുപോലെ തന്നെ ഇത്രയും ഉയർന്ന സ്റ്റാച്ചു ഉണ്ടാക്കണം. അത് കടലിലേക്ക് ത്രസ്റ്റ് ചെയ്ത് നിൽക്കുന്ന, അതുപോലെ തന്നെ അതിൽ സിനിമറ്റോഗ്രാഫിയിൽ ഞങ്ങൾ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ തീരുമാനിച്ചിരുന്നു. അതാണ് ഒരു ഗ്രാഡ് ഇട്ട് ഞങ്ങൾ ലാബിലിട്ട് ടെസ്റ്റ് ഇട്ടിട്ടാണ് മുല്ലവള്ളിയുടെ ലുക്ക് ഫിക്സ് ചെയ്തത്.